ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ കേരളത്തിൽ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം തുടരുന്നു. അറസ്റ്റിലടക്കം മോദി സർക്കാരിന്റെ പിന്തുണയുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഓർത്തഡോക്സ് സഭ കാതോലിക്ക ബാവ പ്രതികരിച്ചു. ഛത്തീസ്ഗഡ് സർക്കാരിന് കാലം മാപ്പ് നൽകില്ലെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും പറഞ്ഞു. ചേർത്തല, തിരുവല്ല എന്നിവിടങ്ങളിലും പ്രതിഷേധമുയർന്നു. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ക്രൈസ്തവ സഭകൾ. ദേവലോകം അരമനയിൽ ചേർന്ന ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുന്നോദോസ് പ്രതിഷേധം അറിയിച്ചു. കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ സഭയുടെ മുഴുവൻ മെത്രോപൊലിത്തമാരും പ്ലക്കാർഡുകൾ ഉയർത്തി പങ്കാളിയായി. കേന്ദ്ര സർക്കാരിനെയും ഛത്തീസ്ഗഡ് സർക്കാരിനെയും കാതോലിക്ക ബാവ രൂക്ഷമായി വിമർശിച്ചു. പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും കണക്ക് വർദ്ധിച്ചു വരുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിന്റെ അർത്ഥം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും സ്വരം കടുപ്പിച്ചു. ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കേക്കും ലഡുവും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം മറന്നവരാണ് എന്ന് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. തെമ്മാടിത്തത്തെ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല. വേറിട്ട പ്രതിഷേധമാണ് ചേർത്തല മതിലകം അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസഭയിലെ സിസ്റ്റർമാർ നടത്തിയത്. കയ്യിൽ ചങ്ങല ബന്ധിച്ച് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ മന്ത്രി പി പ്രസാദ് ഐക്യദാർഢ്യം അറിയിച്ചെത്തി. തിരുവല്ല അതിഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം സംഘടിപ്പിച്ചു. മീഡിയ 1 കോട്ടയം.